മനുഷ്യന്റെ ഇറച്ചിയിൽ കുത്തുകയാ, ആദില നൂറയെ കളിയാക്കി അക്ബർ. പാട്ട് മാത്രമേ ഉള്ളൂ, വിവരമില്ലെന്ന് ഒനിൽ. ബിഗ് ബോസ് പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു സെഗ്മെന്റാണ് ഫാമിലി വീക്ക്. സീസൺ തുടങ്ങി 8ാം വാരത്തിലേക്ക് എത്തുമ്പോഴാകും മലയാളം സീസണുകളിൽ ഫാമിലി വീക്ക് ആരംഭിക്കുക. എന്നാൽ അത്തരത്തിൽ ബിഗ് ബോസ് മലയാളം സീസൺ 7ലെ ഫാമിലി ഓൾറെഡി ഇന്നലെ തൊട്ട് വന്നു കഴിഞ്ഞു. ബിന്നി, ഷാനവാസ്, അനീഷ് എന്നിവരുടെ ഫാമിലിയാണ് ആദ്യ ദിവസം ബിഗ് ബോസ് ഹൗസിൽ എത്തിയത്. ഏറെ വൈകാരികവും സന്തോഷകരവുമായ നിമിഷങ്ങൾക്ക് ബിഗ് ബോസ് ഹൗസും പ്രേക്ഷകരും സാക്ഷികളാകുകയും ചെയ്തു. ഇതിനിടയിലും ആദില, നൂറ എന്നിവരെ കളിയാക്കുന്ന തരത്തിൽ അക്ബർ പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധയാവുന്നത്. ആദില, നൂറയുടെ കുടുംബക്കാരായി വരുന്ന ദിയ, സന അല്ലേ എന്ന് പരിഹാസത്തോടെ അക്ബർ പറയുന്നതാണ് ശ്രദ്ധ നേടിയിരിക്കുന്നത്. ഇത് ആദിലക്കും നൂറയ്ക്കും വിഷമമായിട്ടുണ്ടെന്ന് ഒനിലുമായുള്ള സംഭാഷണത്തിൽ നിന്നും വ്യക്തമാണ്. വീട്ടുകാർ വരുന്ന കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമായെന്നും കരഞ്ഞെന്നും ആദില ഒനിലിനോട് പറയുന്നുണ്ട്. ദിയ, സനയല്ലേ വരൂ എന്ന് അക്ബർ പറഞ്ഞ് ചിരിച്ചു. എനിക്കത് വല്ലാണ്ടായി. എനിക്കറിയാം ഞങ്ങളുടെ വീട്ടുകാർ വരില്ലെന്ന്, പക്ഷേ അത് പറയുമ്പോഴൊരു ബുദ്ധിമുട്ടാണ്. ആരും ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എല്ലാവരും വരുന്നില്ലേ, അത് മാത്രം നോക്കിയാൽ മതിയെന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് അക്ബർ വന്ന് സോറി പറഞ്ഞു. പക്ഷെ ഞാനും അനുവും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴും വന്ന് കളിയാക്കി. ഒരു മനുഷ്യനെ ഇറച്ചി കുത്തിക്കൊന്നു എന്ന് പറയില്ലേ, അമ്മാതിരിയായിരുന്നു സംസാരം എന്ന് ആദില പറയുന്നു. ബിന്നിയുടെ ഭർത്താവും നടനുമായ നൂബിൻ വന്നപ്പോൾ അക്ബർ പറഞ്ഞ കാര്യവും ആദില ഒനിലിനോട് പറയുന്നുണ്ട്. ഇരുവരും ഒന്നിച്ച് അകത്തേക്ക് പോകാനാണ് നൂബിനെ കൊണ്ടുവന്ന തരത്തിലായിരുന്നു അക്ബർ പറഞ്ഞതെന്ന് ആദില പറയുന്നുണ്ട്. പ്രത്യേകിച്ച് വിവരമൊന്നും ഇല്ല, ഇവന് പാട്ട് പാടാൻ മാത്രമേ അറിയൂ, കാര്യവിവരമൊന്നുമില്ല, പക്ഷെ വളച്ചൊടിക്കാൻ അറിയാം, അത്രയേ ഉള്ളൂ എന്നാണ് ഒനിൽ പറയുന്നത്. എന്തായാലും അക്ബറിൻ്റെ സമീപനം ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിൽ വലിയ ചർച്ചയ്ക്ക് ഇടയായിട്ടുണ്ട്. ഏതായാലും കാത്തിരിക്കാം എന്തായിരിക്കും ഈ ആഴ്ചത്തെ എവിക്ഷൻ എപ്പിസോഡിൽ വരുക എന്നത്.